നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. KSTA ചാലക്കുടി ഉപജില്ലയുടെ നേതൃത്വത്തിൽ അരികിലുണ്ട് അധ്യാപകർ എന്ന സന്ദേശം നൽകിക്കൊണ്ട് ലഹരി വിപത്തിനെതിരെ ടീച്ചേഴ്സ് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ കൊടകര ബസ് സ്റ്റാൻഡിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തി. തൃശൂർ പൂരം എല്ലാ പൊലിമയോടെയും പ്രൌഢിയോടെയും സുരക്ഷിതമായി നടത്തുമെന്ന് മന്ത്രി VN വാസവൻ. ചാലക്കുടി നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതിക്ക് വികസന സെമിനാർ അംഗീകാരം നൽകി. മഴക്കാല മുന്നൊരുക്കം കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മറ്റത്തൂർ GLP സ്കൂളിന്റെ 103-ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. വാർത്തകൾ വിശദമായി. KSTA ചാലക്കുടി ഉപജില്ലയുടെ നേതൃത്വത്തിൽ അരികിലുണ്ട് അധ്യാപകർ എന്ന സന്ദേശം നൽകിക്കൊണ്ട് ലഹരി വിപത്തിനെതിരെ ടീച്ചേഴ്സ് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ കൊടകര ബസ് സ്റ്റാൻഡിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. KSTA ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് അംഗം സതി അധ്യക്ഷത വഹിച്ചു. കൂടാതെ കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജീഷ് KG, KSTA ഉപജില്ലാ എക്സിക്യൂട്ടീവായ രാകേഷ്, രാജ്കുമാർ, സംഗീത, ജിജിമോൻ, ശ്രീമോൾ എന്നിവർ സംസാരിച്ചു. സുഹൃത്തുക്കളെ, ഈ ക്യാമ്പയിൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പൊതുജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിനകത്ത് മയക്കുമരുന്നിന്റെ ഉപയോഗം അധികരിച്ചതിന്റെ ഭാഗമായി നിരവധിയായിട്ടുള്ള കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭൂരിഭാഗവും ചെറുപ്പക്കാരായ തലമുറയാണ് ഇതിന് അഡിക്റ്റായി കാണപ്പെടുന്നത്. അധ്യാപക സമൂഹം അതിനെതിരെ ആദ്യമായി രംഗത്തിറങ്ങുകയാണ്. മയക്കമരുന്നായിട്ട് ഡ്രഗ്സ് അയക്കാം. അപ്പൊ ഡ്രഗ്സ്, മയക്കമരുന്ന് എന്നുള്ള പേര് പോലും നമ്മൾ തന്നെ പുറത്തേക്ക് പറയാൻ മടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിരിക്കുന്നത്. നമ്മളൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന സമയത്തൊക്കെ അറിയാം, മദ്യപാനം, പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി കാണിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് മയക്കമരുന്നിന്റെ ഉപയോഗം? തൃശൂർ പൂരം അതിന്റെ എല്ലാ പൊലിമയോടെയും പ്രൌഢിയോടെയും സുരക്ഷിതമായും വിജയകരമായി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും തൃശൂർ കോർപ്പറേഷനും എല്ലാ വകുപ്പുകളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. പൂരത്തിന്റെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ പൂരം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ മുന്നൊരുക്കങ്ങൾ നല്ല രീതിയിൽ കോർപ്പറേഷനും പോലീസും ഭരണകൂടവും ബന്ധപ്പെട്ട വകുപ്പുകളും ആരംഭിച്ചു. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഉത്തരവിനെ തുടർന്നുള്ള അനിശ്ചിതത്വം ഇല്ലാതാക്കാൻ ജില്ലാ ഭരണകൂടം, ജനപ്രതിനിധികൾ, പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് ഓർഗനൈസേഷൻ പ്രതിനിധികൾ എന്നിവർ യോഗം ചേർന്ന് പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കും. കേരള ഹൈക്കോടതിയുടെ നിലവിലുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിലും പെസോ പ്രതിനിധിയുടെ അഭിപ്രായ പ്രകാരവും ജില്ലാ ഭരണകൂടത്തിന് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാമെന്നാണ് കരുതുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ആവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു. കുടമാറ്റം ഉൾപ്പെടെയുള്ള പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളും സമയക്രമം നിശ്ചയിച്ച് സമയബന്ധിതമായി ആസൂത്രണം ചെയ്യാൻ യോഗത്തിൽ തീരുമാനമായി. പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനും നഗരത്തിലെയും പൂരപ്പറമ്പിലെയും തന്ത്രപ്രധാനമായ എല്ലാ സ്ഥലങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും ലഹരി വ്യാപനം തടയുന്നതിനുമായി പൂരത്തിന് മുന്നോടിയായി പോലീസും എക്സൈസ് വകുപ്പും ചേർന്ന് സംയുക്ത പരിശോധനകൾ ശക്തമാക്കുന്നതിനും ഡോഗ് സ്ക്വാഡിന്റെയും ഷാഡോ പോലീസിന്റെയും സേവനങ്ങൾ ലഭ്യമാക്കാമെന്നും യോഗത്തിൽ തീരുമാനമായി. പൂരപ്രദർശനത്തിന്റെ തറവാടകയുമായി ബന്ധപ്പെട്ട് സ്റ്റാറ്റസ് കോ നിലനിർത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇത് ഹൈക്കോടതിയെ അറിയിക്കാൻ കൊച്ചിൻ ദേവസ്വം കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കോർപ്പറേഷൻ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ശുചിത്വ മിഷനുമായി സഹകരിച്ച് നടപ്പിലാക്കും.
പൂരം കഴിഞ്ഞാൽ നഗരം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ശുചീകരണ സജ്ജീകരണങ്ങൾ ഒരുക്കും. പൂരം വെടിക്കെട്ടിലുള്ള പ്രധാന ആശങ്ക പെസോ നിയമങ്ങളിൽ ഒരു ഇളവും നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ സുരക്ഷിതമായി വെടിക്കെട്ട് നടത്താമെന്നത് എങ്ങനെയെന്നതിനെ സംബന്ധിച്ച് സംശയങ്ങൾക്കും ആശങ്കകൾക്കും ഇട നൽകാതെ കൃത്യമായ ധാരണയുണ്ടാക്കണം. ഇതിനായി പെസോയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി തീരുമാനമെടുക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കഴിഞ്ഞ പൂരത്തിന് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലനിന്നിരുന്ന സാഹചര്യത്തിൽ ജനപ്രതിനിധികൾക്ക് പൂരം നടത്തിപ്പിന്റെ ഭാഗമാകാൻ പരിമിതികളുണ്ടായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ജനപ്രതിനിധികളുടെ സാന്നിധ്യം പ്രശ്നാവസരങ്ങളിൽ വേഗത്തിൽ സമവായമുണ്ടാക്കാൻ സഹായകമാകുമെന്ന് പറഞ്ഞു. പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടന്നു. ദേവസ്വം മന്ത്രിയും പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തു. പൂര ദിവസങ്ങളിൽ ജില്ലയിലെ മറ്റ് ജനപ്രതിനിധികളുടെയും സാന്നിധ്യം ജില്ലയിൽ ഉണ്ടായിരിക്കുമെന്ന് ഡോക്ടർ ബിന്ദു കൂട്ടിച്ചേർത്തു. കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി, മേയർ എം കെ വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. തൃശൂർ പൂരം ഏറ്റവും ഭംഗിയായും വിജയകരമായും നടത്തുന്നതിന് വേണ്ടി കാലയകൂട്ടി തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓൺലൈനായി ആദ്യത്തെ മീറ്റിംഗ് പൊതുവെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അവലോകനം നടത്തി. ചാലക്കുടി നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതിക്ക് വികസന സെമിനാർ അംഗീകാരം നൽകി. ബജറ്റ് വിഹിതമായി നഗരസഭയ്ക്ക് അനുവദിച്ചിട്ടുള്ള 21 കോടി രൂപയ്ക്ക് പുറമെ തനത് ഫണ്ടും ഹെൽത്ത് ഗ്രാന്റ്, ശുചിത്വ മിഷൻ ഗ്രാന്റ് തുടങ്ങിയ ഫണ്ടുകളും ഉൾപ്പെടുന്നതാണ് ഈ വർഷത്തെ പദ്ധതികൾ. ചാലക്കുടി നിയോജക മണ്ഡലം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പൊതു ഇടങ്ങളിൽ ശുചിത്വത്തോടൊപ്പം സൌന്ദര്യവൽക്കരണവും നടത്താൻ പൊതുജന സഹകരണത്തോടെ നിരവധി പദ്ധതികൾ തയ്യാറാക്കും. നന്മ ലഹരി എന്ന നൂതന പദ്ധതി നടപ്പാക്കാനും യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഷട്ടിൽ, നീന്തൽ തുടങ്ങിയ പരിശീലന പരിപാടികൾ നടത്താനും ഇൻഡോർ സ്റ്റേഡിയം പ്രവർത്തനക്ഷമമാക്കാനും തുക വകയിരുത്തി. നഗരസഭാ പാർക്ക്, സർക്കാർ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൌകര്യ വികസനവും സൌന്ദര്യവൽക്കരണവും ഉൾപ്പെടുത്തി. മാർക്കറ്റിന്റെ നവീകരണം, കർഷക ചന്ത, തരിശുരഹിത ചാലക്കുടി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, സ്നേഹസ്മൃതി, ഉണർവ്, സാംസ്കാരികോത്സവം, പ്രാഥമിക ശുശ്രൂഷ പരിശീലനം തുടങ്ങിയ വിവിധ പദ്ധതികളും ഉൾപ്പെടുത്തി. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി, സ്ഥിരം സമിതി അധ്യക്ഷരായ ബിജു എസ് ചെറിയത്ത്, പ്രീതി ബാബു, ദീപു ദിനേശ്, ആനി പോൾ, MA അനിൽകുമാർ, മുൻ ചെയർമാൻമാരായ VO പൈലപ്പൻ, എബി ജോർജ്, ആലിഷ് ഷിബു എന്നിവരും വാർഡ് കൌൺസിലർമാരായ CS സുരേഷ്, നിത പോൾ, സെക്രട്ടറി കെ പ്രമോദ്, നിപ്പർ പ്രതിനിധി ചന്ദ്രബാബു, ആസൂത്രണ സമിതി അംഗങ്ങളായ VG ഗോപിനാഥ്, ഡോക്ടർ ജോസ് കുര്യൻ, കെ ഗോപാലകൃഷ്ണൻ, VL ജോൺസൺ, കെ ജെയിംസ് പോൾ, ജോർജ് തോമസ് എന്നിവർ സംസാരിച്ചു. മഴക്കാല മുന്നൊരുക്കം കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വരൾച്ച പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും മഴക്കാല മുന്നൊരുക്കങ്ങളുടെയും പുരോഗതി കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം വിലയിരുത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തുടങ്ങിയ വകുപ്പുകൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കണമെന്നും ഏപ്രിൽ 30-നകം പൂർത്തീകരിക്കണമെന്നും നിർദ്ദേശിച്ചു. നഗരമേഖലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഡ്രെയിനേജ്, തോടുകൾ, ഓടകൾ, കൾവേർട്ടുകൾ, കനാലുകൾ, പുഴകൾ, ജലസേചന സംവിധാനങ്ങൾ എന്നിവയിലെ തടസ്സങ്ങൾ നീക്കി നീരൊഴുക്ക് സുഗമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കളക്ടർ പറഞ്ഞു. മുൻഗണനാ പട്ടിക തയ്യാറാക്കി സമയബന്ധിതമായി പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ പെരിങ്ങാവ്, അശ്വിനി ജംഗ്ഷൻ, പുഴയ്ക്കൽ സ്ഥലങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഓടകൾ, കാനകൾ, കനാലുകൾ ശുചീകരിച്ച് നീരൊഴുക്ക് സുഗമമാക്കണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടു. ഡാമുകൾ, റെഗുലേറ്ററുകൾ എന്നിവയുടെ ഷട്ടറുകൾ പ്രവർത്തനക്ഷമമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കാനും സ്പിൽവേകളിലെ തടസ്സങ്ങൾ നീക്കാനും കളക്ടർ നിർദ്ദേശം നൽകി. അടിയന്തര സാഹചര്യമുണ്ടായാൽ പൊതുജനങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് വിവരം കൈമാറാൻ എല്ലാ ഉദ്യോഗസ്ഥരുടെയും ഫോൺ നമ്പറുകൾ സമീപ പ്രദേശങ്ങളിൽ പ്രദർശിപ്പിക്കാൻ കളക്ടർ ആവശ്യപ്പെട്ടു. ദേശീയപാതകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഡ്രെയിനേജുകളുടെ ശുചീകരണം അടിയന്തരമായി നടത്താനും നിർമ്മാണ സ്ഥലങ്ങളിൽ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകാനും കളക്ടർ ആവശ്യപ്പെട്ടു. കലുങ്കുകൾ, പാലങ്ങൾ, കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ്, മറ്റ് നിർമ്മാണ സാമഗ്രികൾ എന്നിവ ജലം പോകാൻ തടസ്സം സൃഷ്ടിക്കുന്നതിനാൽ മുൻഗണന അടിസ്ഥാനത്തിൽ നീക്കം ചെയ്യാനും കളക്ടർ നിർദ്ദേശം നൽകി. സബ് കളക്ടർ അഖിൽ വി മേനോൻ, ഡെപ്യൂട്ടി കളക്ടർ CS സ്മിതാറാണി, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. കാടിനെയും വന്യജീവികളെയും മനുഷ്യരാശിയെയും സംരക്ഷിക്കാനുള്ള വിവിധ ശ്രമങ്ങളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ.
ചാലക്കുടിയിൽ സൌരോർജ്ജ തൂക്കുവേലിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വനം വന്യജീവി വകുപ്പ് നബാർഡിന്റെ സഹകരണത്തോടെ ചാലക്കുടി ഡിവിഷനിൽ 2.24 കോടി രൂപയിൽ ചാലക്കുടി പുഴയോരത്ത് വിരിപ്പാറ മുതൽ കണ്ണൻകുഴി തോട് വരെ പരിയാരം, അതിരപ്പള്ളി പഞ്ചായത്തുകളിലൂടെ 18 കിലോമീറ്റർ നീളത്തിൽ സൌരോർജ്ജ തൂക്കുവേലി നിർമ്മിക്കുന്നു. ചാലക്കുടി, വാഴച്ചാൽ ഡിവിഷനുകളിലായി ഏകദേശം 80 കിലോമീറ്റർ ദൂരത്തിലാണ് സൌരോർജ്ജ തൂക്കുവേലി സ്ഥാപിക്കുന്നത്. കേരളത്തിൽ ആദ്യമായാണ് ഇത്രയും ദൂരത്തിൽ സൌരോർജ്ജ തൂക്കുവേലി സ്ഥാപിക്കുന്നത്. വനത്തിനുള്ളിൽ ജലസമൃദ്ധി ഉറപ്പുവരുത്താനുള്ള പദ്ധതികൾക്ക് ഇപ്രാവശ്യം സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ട് എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. അരൂർമുഴി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ ചാലക്കുടി നിയോജക മണ്ഡലം എംഎൽഎ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി. സിസിഎഫ് സെൻട്രൽ സർക്കിൾ ഡോക്ടർ ആർ ആടലക്ഷൻ IFS, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ റിജേഷ്, പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ, കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് തുടങ്ങി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. മറ്റത്തൂർ JLP സ്കൂളിന്റെ 103ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാന്റോ കൈതാരത്തിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യാതിഥിയായി. എൻഡോമെന്റ് വിതരണം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജയ് നിർവഹിച്ചു. വാർഡ് മെമ്പർമാരായ ഷൈനി ബാബു, സുമേഷ് MS, ബിന്ദു മനോജ്, OSA പ്രസിഡന്റ് ബിജു തെക്കൻ, MPTA പ്രസിഡന്റ് സ്വാതി സനീഷ്, SMC ചെയർപേഴ്സൺ ജിഷ ജിനിൽ, സ്കൂൾ ലീഡർ കുമാരി നിവേദിത KS എന്നിവർ സംസാരിച്ചു. സേവനത്തിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക MS ബീനയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാര സമർപ്പണം നടത്തി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കൊടകരയിലെ സ്കൂൾ പരിസരങ്ങളിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 വെസ്റ്റ് ബംഗാൾ മൂർഷിദാബാദ് സ്വദേശികളെ പിടികൂടി. അബ്ദുൾ സലാം, ഡാലിം എന്നിവരെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 പേരുടെയും കയ്യിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് കണ്ടെടുത്തു. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദാസ്, സബ് ഇൻസ്പെക്ടർ സുരേഷ്, സിവിൽ പോലീസ് ഓഫീസർ ജിലു സെബാസ്റ്റ്യൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇന്നത്തെ സ്വർണ്ണവില. ഗ്രാമിന് 8,230 രൂപ, പവന് 65,840 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. KSTA ചാലക്കുടി ഉപജില്ലയുടെ നേതൃത്വത്തിൽ അരികിലുണ്ട് അധ്യാപകർ എന്ന സന്ദേശം നൽകിക്കൊണ്ട് ലഹരി വിപത്തിനെതിരെ ടീച്ചേഴ്സ് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ കൊടകര ബസ് സ്റ്റാൻഡിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തി. തൃശൂർ പൂരം എല്ലാ പൊലിമയോടെയും പ്രൌഢിയോടെയും സുരക്ഷിതമായി നടത്തുമെന്ന് മന്ത്രി VN വാസവൻ. ചാലക്കുടി നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതിക്ക് വികസന സെമിനാർ അംഗീകാരം നൽകി. മഴക്കാല മുന്നൊരുക്കം കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മറ്റത്തൂർ JLP സ്കൂളിന്റെ 103ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.